സമയം കിട്ടുമ്പോൾ ഈ നിയമമൊക്കെ എടുത്തൊന്ന് വായിക്കേ. ഈ താങ്കൾ പറഞ്ഞ നിയമത്തിന്റെ സെക്ഷൻ 105 അതിൽ പറയുന്ന 4-ാം ഷെഡ്യൂളിൽ 7-ാമതായി പറഞ്ഞിട്ടുണ്ട് ദേശീയപാത ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന്. അല്ല, വ്യക്തമായി. ഇനി അതിലേക്ക് കടക്കണ്ട. ഞാൻ വീഡിയോ താങ്കളുടെ നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് അയച്ചുതരാം. പിന്നെ ഈ കേരളം ഒന്നാമതെത്തിയ ഏതെങ്കിലും കാര്യം പറയാമോ? BJP 101 കാര്യം ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കില്ല. പി രാജീവ് നിയമസഭാ രേഖയിലുള്ള മറുപടി വിഷ്ണുനാഥിന് കൊടുത്ത മറുപടി ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞത് ഈ താങ്കൾ പറഞ്ഞപ്പോ കൃത്യമായി താങ്കൾ എവിടെയാണുള്ളത് ആ സ്ഥലം പറഞ്ഞാൽ മതി. നിങ്ങൾ കേൾക്കൂ മിസ്റ്റർ. മനസ്സിലായി. ഇവിടെ ബിജെപി പണം കൊടുക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ സംതൃപ്തരാണ്. വലിയ തോതിലുള്ള കോമ്പൻസേഷൻ കിട്ടുന്നു. ഒന്നാമതെത്തിയത് ഞാൻ ഈ അവതാരികയുടെ ഫോണിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട് 100 കാര്യങ്ങളിൽ കേരളത്തിൽ കിട്ടുമ്പോൾ നോക്കുക. പിന്നെ ഇവിടെ വേറെ ഒരു കാര്യത്തിലും ഗവൺമെന്റ് ഒന്നാമതല്ല. അല്ല, കേൾക്കൂ. നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കുന്നത്? ഈ ഒച്ചപ്പാടുണ്ടാക്കുന്നത്? ശ്രീ വേടൻ പൊതുസമൂഹത്തിൽ അംഗീകാരമുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അതിൽ പ്രതികരിച്ചാൽ അംഗീകാരം കിട്ടും. ദിലീപ് വേടനേക്കാൾ അംഗീകാരമുള്ള ആളായിരുന്നില്ലേ? സിനിമാ നടൻ ദിലീപ് വേടനേക്കാൾ അംഗീകാരം. എന്തേ ഈ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടാണോ ദിലീപിനെ അറസ്റ്റ് ചെയ്ത് അകത്ത് കിട്ടത്? PC ജോർജിനെ എത്ര തവണ അറസ്റ്റ് ചെയ്തു? ഇവിടെ നിയമം ലംഘിച്ച എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അഴിമതി നിങ്ങൾ കുറെ പറഞ്ഞല്ലോ. 9 കൊല്ലമായി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നിങ്ങൾക്ക് 1% തെളിയിക്കാൻ പറ്റിയ ഏതെങ്കിലും അഴിമതി UDFന്റെ നേതാവിനോ BJP നേതാവിനോ കാണിച്ചു തരാൻ കഴിയുമോ? നിങ്ങൾ എത്ര തവണ ഹൈക്കോടതി പോയി? ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഇറ്റ് ഈസ് എ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞത് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെതിരെയാ. നാണം കെട്ട് പോയില്ലേ? ക്യാമറ സമയം പൂർണ്ണമായി അവസാനിക്കുകയാണ്. ശങ്കുട്ടിദാസ് വേണമെങ്കിൽ ഒരു പോയിന്റ് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരഴിമതി പോലും തെളിയിക്കാൻ ഇതുവരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അഴിമതിയിൽ അന്വേഷണം നടത്തുന്ന കേന്ദ്രമാണല്ലോ ശങ്കുട്ടിദാസ്. തെളിയിക്കാനാകുമോ? ഒറ്റ സെക്കൻഡ് മാത്രമേ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. ശങ്കുട്ടിദാസ്, കേന്ദ്ര ഏജൻസിയാണല്ലോ അഴിമതിയിൽ അന്വേഷണം നടത്തുന്നത്. അത് മുന്നോട്ട് പോകുമോ? അന്വേഷണം നടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ തന്നെ വളരെ ഗുരുതരമായ അഴിമതിയുടെ കാര്യത്തിൽ SFIO എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ യാതൊരു സർവീസും കൊടുക്കാതെ മാസപ്പടി കൈപ്പറ്റി എന്നുള്ള കേസുമായി ബന്ധപ്പെട്ട് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാവുന്നത്. ഒരു ചീഫ് സെക്രട്ടറി ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നിട്ടുണ്ട്. മറ്റൊരു പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ ഇപ്പോൾ CBI അന്വേഷണത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഉത്തരവിട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു ചരിത്രം അല്ല. ഞാൻ പറഞ്ഞത് അഴിമതിയുടെ കാര്യത്തിൽ ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന് എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത്? മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും മുഖ്യമന്ത്രിയുടെ കിച്ചൺ ക്യാബിനറ്റിലുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും എല്ലാം അഴിമതി ആരോപണങ്ങളുള്ള അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളാരും ഉന്നയിച്ചിട്ടുള്ള ആരോപണമല്ലല്ലോ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയല്ലേ അവിടെ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരു പൊതുതാൽപര്യ ഹർജി ഒരു പൊതുപ്രവർത്തകൻ കൊടുത്തിട്ടുള്ള ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. നോക്കൂ, ഞാൻ കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോൾ എനിക്ക് മറുപടി പറയാൻ അങ്ങേക്ക് ഒരു അവസരം തന്നു. അങ്ങനെ വട്ടം അതിന് മറുപടി പറഞ്ഞു. പിന്നീട് വീണ്ടും ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് രണ്ടാമതും അങ്ങേക്ക് ചാൻസ് കിട്ടിയതാണ്. ഇനി ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങോട്ടാണ്ടിരിക്കണം. യഥാർത്ഥത്തിൽ അങ്ങോട്ട് എനിക്ക് പറയാനുള്ളത്, ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നികുതി വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കേന്ദ്ര മാനദണ്ഡമുണ്ട്, ഭരണഘടനാപരമായിട്ടുള്ള മാനദണ്ഡമുണ്ട്. എന്താണത്? ആകെ നികുതിയുടെ 50% സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. GST എന്ന് പറയുന്നത് ആദ്യം തന്നെ സംസ്ഥാനങ്ങൾക്ക് കിട്ടും. ബാക്കി 50%. ഞാൻ മുഴുവൻ പറയട്ടെ, നിങ്ങൾ എന്താണ് ബാക്കിയുള്ള കേന്ദ്ര വിഹിതം 50%-ത്തിലെ 41%, ബാക്കിയുള്ള 50% കേന്ദ്ര വിഹിതത്തിലെ 41% വീണ്ടും സംസ്ഥാനങ്ങൾക്ക് ഡിവോൾവ് ചെയ്ത് വരും. ഇത് ഡിവോൾവ് ചെയ്യുന്നതിന് ഒരു മാൻഡേറ്റ് ഉണ്ട്. എങ്ങനെയാണ്? സംസ്ഥാനത്തിന്റെ ആകെ പോപ്പുലേഷൻ, ആകെ ഏരിയ, ഫോറസ്റ്റ് കവർ, അവിടുത്തെ ഇൻകം ഡിസ്പാരിറ്റി മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ നാട് കാണുന്നുണ്ട്, നാട് വിലയിരുത്തട്ടെ. നമ്മുടെ സമയം അവസാനിച്ചുകൊണ്ടാണ്. വളരെ നന്ദി. Debate with Smriti Parathikkad.